ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് നമുക്ക് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ നായകനായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂ ഒന്ന് ചർച്ച ചെയ്യാം. സോ ഗെറ്റ് സെറ്റ് ബേബി ഞാൻ എൻ്റെ തമ്മനയിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു കുഞ്ഞാവ പടമാണ്. കുഞ്ഞാവ എങ്ങനെയാണ്? നമുക്ക് കുഞ്ഞാവ കിട്ടുമ്പോഴത്തേക്ക് കുഞ്ഞാവ ഇടയ്ക്കിടയ്ക്ക് കരയും, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കും, കൂടുതൽ സമയം ഉറക്കമാണ്. ഇതേ സെറ്റപ്പ് തന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി മൂവി എനിക്ക് തന്നൊരു എക്സ്പീരിയൻസും. ഒരു സമ്പൂർണ്ണമായ ഒരു കോമഡി സിനിമയല്ല, സമ്പൂർണ്ണമായ ഒരു സങ്കട സിനിമയല്ല, ഒരു കഥ സിനിമയല്ല. കുറേ ലാഗും കാര്യങ്ങളും ഒക്കെയുള്ള, കുറേ അനാവശ്യമായിട്ടുള്ള സ്ലോ മോഷനും മറ്റും കുത്തിക്കയറ്റിയിട്ടുള്ള, എന്നാൽ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉള്ള ഒരു ഡ്രാമയാണ്. സോ ഇതിന് നമുക്കൊരു ജോണറായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഗെറ്റ് സെറ്റ് ബേബിയിൽ ഉണ്ണി മുകുന്ദൻ പ്ലേ ചെയ്തിരിക്കുന്ന അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ചെറുപ്പം മുതലേ അമ്മയുടെ ഒരു അമ്മയായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ഇവന്റ് ഉണ്ട്. അതിനുശേഷം ഗൈനക്കോളജിസ്റ്റ് ആവാൻ തീരുമാനിക്കുന്ന നായകൻ, തുടർന്ന് ആ ഒരു കോളേജിൽ പഠിക്കുന്ന എക്സ്പീരിയൻസ്, കാരണം പെൺകുട്ടികളാൽ സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പഠിക്കുന്ന നമ്മുടെ ചോക്ലേറ്റിലേക്ക് പോലത്തെ ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ പഠിച്ച് വളർന്ന് ഒരു നല്ല ഗൈനക്കോളജിസ്റ്റ് ആവുന്നു. പിന്നെ ആദ്യം ഒരു ചെറിയ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നു. പിന്നീട് തുടർന്ന് വലിയൊരു എക്സ്പാൻഡ് ചെയ്ത് കിടിലായി മാറുന്നതും പിന്നീട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെയാണ് സിനിമയുടെ ഒരു പ്രധാന ഇതിവൃത്തം. ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഉണ്ണി മുകുന്ദൻ, പിന്നെ നിഖില വിമൽ, പിന്നെ ജോണി ആൻ്റണി, സുധീഷ്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്, സുരഭി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസസും വരുന്നുണ്ട്. എല്ലാവരുടെയും നല്ല മികച്ച പ്രകടനമാണ്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ ഹെഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജാൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്ത് അവരുടെ ആക്ടിങ് മാത്രം എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പാർ ബിലോ ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം സൂപ്പർവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ സിനിമയുടെ എന്താ പറയുക, മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. മ്യൂസിക് കൊണ്ട് സിനിമയെ മാക്സിമം അയാൾ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ BGM ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്, അതിനൊക്കെ BGM വെച്ച് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. എഡിറ്റിംഗ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള എഡിറ്റിംഗ് ആയിരുന്നു. ക്യാമറ വർക്കൊക്കെ ഒരുവിധം നല്ല രീതിയിൽ പോയി. ടെക്നിക്കൽ ആയിട്ടുള്ള പരമായിട്ടുള്ള പറയാനുള്ള ഇത്രയാണ്. പിന്നെ ഇതിൽ ഈ ഒരു കഥ എന്ന് പറയുന്ന സാധനം മെയിൻ ഒരു കഥയിലോട്ട് എത്തുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് ആവും. സെക്കൻഡ് ഹാഫ് ആയതിനു ശേഷമാണ് മെയിൻ ഒരു സ്റ്റോറിയിലോട്ട് വരുന്നത്. അതായത് ഇത് ഇത്രയും സംഭവിച്ച് അദ്ദേഹം വളർന്ന് അദ്ദേഹം ഒരു സെറ്റപ്പായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അയാളുടെ ഒരു പ്രധാന കഥ വരുന്നത്. അത് വന്നതിന് ശേഷം സിനിമ ഭയങ്കരമായിട്ട് ലാഗിങ് ആണ്, ഭയങ്കര ഒരു ഡ്രാഗ് ഫീൽ ചെയ്യും. ഇതിൽ ഉണ്ണി മുകുന്ദൻ പ്ലേ ചെയ്തിരിക്കുന്നത് വളരെ ഒരു എന്താ പറയുക, ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മാർക്കോയുടെ ഒരു റിസംബ്ലൻസും ഇല്ലാതെ വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്ക് തന്നെ. ഇതിനകത്ത് പല ലുക്കുണ്ട്, താടി ഇല്ലാത്തത്, താടി ഉള്ളത്, മീശ മാത്രമുള്ളത്, അങ്ങനെ പല ലുക്സ് ഉണ്ട്. നിഖില വിമൽ നായികയായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. മറ്റേ നിഖില വിമൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സ്ഥിരമായ ഒരു എക്സ്പ്രഷൻ, മറ്റേ ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഇടൂ എന്ന് പറഞ്ഞൊരു കളിയാക്കൽ നിഖില വിമലിനുണ്ട്. അത് ഈ ഒരു സിനിമയിലൂടെ എന്തായാലും മാറിക്കിട്ടും. ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ഇമോഷൻസും കൺവേ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നിഖില വിമൽ ഒരു യൂട്യൂബറായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. എല്ലാ യൂട്യൂബേഴ്സിനോട്ട് ഒരു തട്ടൊക്കെ തന്നിട്ടുണ്ട്. സോ നിഖില വിമലിന്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി നിഖില വിമലിന്റെ പാരന്റായിട്ട്, അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, ഒരു ഫാം ഹൗസ് ഓണറായിട്ട്. അതൊക്കെ നൈസ്, ആ ഒരു പോർഷൻസ് ഒക്കെ നൈസാണ്. ഉണ്ണി മുകുന്ദന്റെ ഫാമിലി സെറ്റപ്പും സൂപ്പറാണ്. നമ്മുടെ മറ്റേ 1000 ബേബീസിലൂടെ വന്ന് എല്ലാവരെയും ഞെട്ടിച്ച് പോയ സാറാമച്ചി ഇതിനകത്ത് ഉണ്ണി മുകുന്ദന്റെ അമ്മമ്മയായിട്ടുള്ള ക്യാരക്ടർ സൂപ്പറായിട്ട്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മമ്മയുടെ ക്യാരക്ടറൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ഒരു ഫീൽ ഗുഡ് ആണ്. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഫീൽ ഗുഡ് ആണ്. നമ്മൾ ഈ കുഞ്ഞാവെ പോലെ മിക്ക സമയം ഉറക്കമായിരിക്കും. അതുപോലെ തന്നെ സിനിമ മിക്ക സമയം നമുക്ക് ഭയങ്കര ഡ്രാഗ് തരും. ഇടയ്ക്കും മുറയ്ക്കും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹൈ തന്ന് കുറച്ച് തമാശകൾ, കുറച്ച് സങ്കടങ്ങൾ, അങ്ങനെയൊക്കെ തന്നു പോകുന്നൊരു സിനിമ. ഒരിക്കലും ഇതൊരു മോശം സിനിമയല്ല, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. ഇപ്പം ഞാൻ 5 റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2.5. കാരണം ഇത് കറക്റ്റ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ഇതിന് മുമ്പ് ഷെഫീഖിന്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് ആ ഒരു റേഞ്ചിൽ വരുന്ന ഷെഫീഖിന്റെ സന്തോഷം. പിന്നെയും കുറെ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ബാലയൊക്കെ വന്നിട്ട് ദിസ് ഈസ് റാങ് അതൊക്കെ വെച്ചിട്ട് കുറെ കോമഡീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അത്ര ഹ്യൂമറസ് ഒന്നുമല്ല, ഓർത്ത് ചിരിക്കാൻ 1-2 രംഗങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് മുത്തുമണി ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. മുത്തുമണി പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടറിന്റെ ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ശരിക്കും നമ്മൾ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഇത്തരം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവമുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അത് കറക്റ്റ് അങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആ ഒരു ഹോസ്പിറ്റലിലെ ലിഫ്റ്റ് അത് അടയുമ്പോഴത്തേക്ക്, അതായത് ഈ ഇത് സിനിമയുടെ ഇതിവൃത്തം തന്നെ IVF ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്, ബേബി ജനിക്കുന്നതും കാര്യങ്ങളും. സോ ഈ സ്പേം വന്ന് എഗ്ഗിൽ ഫെർട്ടിലൈസ് ആവുന്ന സാധനം അവിടെ ഒരു ലിഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ആ ലിഫ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് സ്പേമും ഒരു സൈഡ് എഗ്ഗുമാണ്. അപ്പോൾ ഈ ലിഫ്റ്റ് ഇങ്ങനെ അടയും തുറക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അകത്തോട്ട് കയറുന്ന ആ ഒരു സാധനമൊക്കെ ചെയ്ത് അതൊക്കെ ആർട്ട് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഹോസ്പിറ്റലിനെ മൊത്തം കളത്തിയുമായാലും ഇതിൽ ക്രാഡിൽ ഓഫ് ഡ്രീംസ് എന്നൊരു ഹോസ്പിറ്റലൊക്കെ കാണിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ കൂടുതലും അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കിടിലൻ കാറ് വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് റിച്ച്നെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും സൂപ്പറായിട്ട്, അതായത് ഉണ്ണി മുകുന്ദനാണെങ്കിൽ ഇതിനകത്ത് ഫുള്ള് പ്രിന്റഡ് ഷർട്ട്സും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ കുറേ നാളിന് ശേഷം മീര വാസുദേവൻ ഒരു സിനിമയെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വേറൊരു സ്പെഷ്യാലിറ്റി.
നമ്മുടെ തന്മാത്രയിലൊക്കെ ഉണ്ടായിരുന്ന നായിക. ഇതിനകത്തൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഭഗത് മാനുവൽ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് സപ്പോർട്ടീവായിട്ട് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നയൻതാരക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുന്ന ചില സീനൊക്കെ ഉണ്ട്. നയൻതാര വിഘ്നേഷ് ശിവൻ ആ ഒരു സംഭവത്തിന് ഒരു കൊട്ടുള്ള സീനൊക്കെ ഉണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു ആവറേജ് ആയിട്ടുള്ള കറക്റ്റ് ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ലാഗുള്ള എന്നാൽ കുറച്ച് ഹൈയും തമാശയും ഒക്കെയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് 2.5. ഞാനിത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. സോ മറ്റു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.